ഞാൻ പറഞ്ഞില്ലേ ശ്യാമ, പെട്ടെന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞ എങ്ങനെയാ എത്തുന്നത്? ശരി, എപ്പോഴാ തിരിച്ചു വരുന്നേ? എപ്പോഴാ എനിക്കൊന്ന് കാണാൻ പറ്റുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ ശ്യാമേ? പ്രശ്നമുണ്ടോന്ന് നിങ്ങൾക്കറിയാലോ. അത് ഇനി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാ ഞാൻ നാളെ രാവിലെ വരാം. ശരി, നാളെ രാവിലെ നമ്മൾ തമ്മിൽ കണ്ടിരിക്കണം. അവരേതോ ദൂരയാത്രയിലാണെന്ന്. കള്ളോ പറയുന്നേ? കൺമുമ്പിൽ വന്ന് നിൽക്കാനുള്ള ഭയം. ഇനി എന്തായാലും നമ്മളിത് വിടാൻ പോകുന്നില്ലല്ലോ. ഇതിനപ്പുറത്ത് എന്ത് തെളിവാ നമുക്ക് വേണ്ടത്? ശ്യാമയുടെ സംസാരം കേട്ടാൽ അറിയാം, ഇന്ന് വരെ ഇല്ലാത്തൊരു ഷാർപ്നെസ്. ശ്യാമ എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാഡം, ആ രജിസ്ട്രാറെ ഒന്ന് വിളിച്ചു നോക്ക്. അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഹലോ, മിസ്റ്റർ അജിത്, നിങ്ങൾ എവിടെയാ? നിങ്ങളെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നോ? നമ്മൾ തമ്മിൽ തീരുമാനിച്ച രജിസ്ട്രേഷനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചിരുന്നോ? ശ്യാമ മാഡം നേരിട്ട് എന്റെ മുന്നിൽ വന്നു. എന്നിട്ട് അവരോടെല്ലാം പറഞ്ഞോ താൻ? ഞാൻ തർക്കിച്ചും ബഹളം വെച്ചും ഒക്കെ നോക്കിയതാ. പക്ഷേ കളക്ടറെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. പിന്നെ അല്ല എനിക്ക് പറയേണ്ടി വന്നു. താൻ എന്ത് കഴുതയാടോ! എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് അവസാനം തന്നെ ഒറ്റിക്കൊടുത്തല്ലേ? മാഡം, എനിക്ക് എന്റെ ജോലിയാ പ്രധാനം. ഇനി ഒരു സംഭവം ഉണ്ടായാ എന്നെ സർവീസിൽ നിന്നും പിരിച്ചുവിടുമെന്നാ കളക്ടർ സാറ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ഇനി ഒരു കാര്യത്തിന് വിളിക്കുകയും വേണ്ട, എനിക്കിനി ഒന്നിലും ഇടപെടാനും പറ്റില്ല. അയാളെല്ലാം ശ്യാമയോട് പറഞ്ഞു കഴിഞ്ഞു. അവള് ജില്ലാ കളക്ടറെ കൊണ്ട് അയാളെ വിളിപ്പിച്ചെന്ന്. അപ്പൊ എല്ലാം അവസാനിച്ചോ മാഡം? ഇല്ല മാലിനി, അങ്ങനെ എല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നാളെ ശ്യാമയെ കാണുന്നതിന് മുൻപ് രാധിക ഒപ്പിട്ട പ്രമാണങ്ങൾ എന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതെങ്ങനെ നടക്കും? എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നടക്കും. ഇന്നത്തെ ദിവസം രാധിക ക്ഷേത്രദർശനം നടത്തുന്നത് ഏത് അമ്പലത്തിലാണെന്ന് എനിക്ക് നന്നായി അറിയാം. അവിടെ വെച്ച് ഞാൻ അവളെ കാണും. അവിടെ വെച്ച് അതൊക്കെ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്യും. ശ്യാമമ്മയുടെ എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? സ്വന്തം അമ്മയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുപോലും മറച്ചു വെച്ചിട്ടല്ലേ അവൾ ഇരിക്കുന്നേ. അപ്പോ അവൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് അവളുടെ അടുത്തെത്തണം. ഇത് ജീവൻ മരണ കളിയാ. മോളെ,
എന്താ നിങ്ങളുടെ ഈ വിളിയുടെ അർത്ഥം? എന്തിനാ പെറ്റമ്മ എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നത്? സത്യം പറ. മോള് എന്നോട് ക്ഷമിക്കണം. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അന്ന് ഞാൻ ഇറങ്ങിപ്പോയതിനൊരു കാരണമുണ്ട്. എന്ത് കാരണോ? അതുകൂടി പറ. ഫിദ എന്റെ ശത്രുവാണ്. ഫിദയെ എനിക്ക് ഭയമാണ്. എന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവൾ അവള്. ഫിദ മാഡത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നവും ഫിദ മാഡത്തിനില്ല. ഫിദ മാഡം സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും മാത്രം പെരുമാറുന്ന ഒരാൾ കൂടിയാ. കുട്ടി തെറ്റായ അർത്ഥത്തിലാ ഫിദയെക്കുറിച്ച് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഫിദ മാഡത്തിന് ചെയ്ത ദ്രോഹങ്ങൾ പറയേ, കേൾക്കാൻ ഞാൻ നിൽക്കുന്നുണ്ടല്ലോ. അന്ന് രജിസ്ട്രാർ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോ എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ മകളായ എന്റെ സമ്മതം കൂടി വേണമെന്നല്ലേ? അത് സത്യായിരുന്നോ? അത് അല്ലെന്ന് എനിക്കറിയാം. സത്യത്തില് നിങ്ങൾ ആരാ? ഒരു കാര്യം എനിക്ക് വ്യക്തം. എന്റെ ജന്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം. എന്നെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞപ്പോ എന്റെ അച്ഛനെ ആരോ വെട്ടിനുറുക്കി കൊന്നൂന്ന് പറഞ്ഞില്ലേ? അതാരാ? അത് ചെയ്തത് നിങ്ങളാണോ? ഞാൻ എങ്ങനെയാ മോളെ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്ക? എനിക്ക് നിങ്ങളെ പേടിയാ. ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ മുന്നിൽ വരരുത്. അങ്ങനെ വന്നാ എനിക്ക് ചിലപ്പോ പോലീസിൽ പരാതിപ്പെടേണ്ടി വരും. നീ പോലീസിൽ ചെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഭൂകമ്പം ഉണ്ടാവോ? പോലീസ് എന്ന് പറഞ്ഞ് നീ മേഡത്തിനെ പേടിപ്പിക്കലേടി. നീ ഈ പറഞ്ഞ പോലീസ് തന്നെയാ ഞാനും. മോളെ, ഇനി ഒരിക്കലും ഞാൻ നിന്നെ കാണാതിരിക്കാം. പക്ഷേ ഇപ്പൊ ഞാൻ തരുന്ന പ്രമാണങ്ങളിൽ നീ ഒന്ന് ഒപ്പിട്ട് തരണം. എനിക്ക് സ്വത്തില്ല. ഞാനൊരു അനാഥ കുട്ടിയാ. എന്റെ പുറകെ ഇനി ഈ കാര്യത്തിന് വേണ്ടി വരാനും പാടില്ല. നിക്കടി. നിന്റെ പുറകെ ഇത്രയും ബുദ്ധിമുട്ടി ഞാൻ നടന്നിട്ടുണ്ടെങ്കിലേ നിന്നെ കൊണ്ട് ഒപ്പിടുവിക്കാനും എനിക്കറിയാം. മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറും. ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. സോണിയ, പിടിച്ച് കേറ്റിവിളെ. ശ്യാമേ, വേണ്ട ശ്യാമേ, ഫിദയുടെ വേഷത്തിലല്ലാതെ മോളുടെ മുമ്പിൽ ചെന്നൂടെ. എന്റെ മോള് ഇങ്ങ് വന്നേ.
അതെ, ഒന്ന് വേഗം പോ. ഇറങ്ങ. നിങ്ങൾ നല്ലവളാണെന്ന് തോന്നിയിട്ടൊന്നുമല്ല ഞാൻ ഇതുവരെ നിങ്ങളെ കൂടെ നിർത്തിയത്. ഞാൻ ജീവിച്ചു തുടങ്ങിയ കാലം മുതല് നിങ്ങൾ എന്നോടും അഖിൽ സാറിനോടും ചെയ്ത കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. എന്നിട്ട് ഞാനതൊക്കെ സഹിച്ചു. അതെന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ മോള് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരിടത്ത് ഉണ്ടായിരിക്കും എന്നുള്ള എന്റെ വിശ്വാസമാണ്. നാണമില്ല ഐശ്വര്യ നിനക്ക്? ഇത്രയും കാലം ശ്യാമ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് ചെലവാക്കിയില്ലേ? നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് കിടന്നുറങ്ങുമ്പോ മകളെ ഓർത്ത് വിഷമിച്ച് ഒരു മൂലക്കിരുന്ന് കരയായിരുന്നില്ലേ ഈ പാവം? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? പാട്ടുപാടാൻ മാത്രം അറിയാവുന്നൊരു വിഡ്ഢിയായ പെണ്ണ് മാത്രമാണ് ഞാനെന്നോ? നിങ്ങളിപ്പോ ഉപദ്രവിക്കാൻ ശ്രമിച്ചതേ എന്റെ മോളെയാ. അവൾക്കൊരു പോറലെങ്കിലും ഏറ്റാ. എന്നെ ചതിച്ച് നീ വാരി കൂട്ടിയതില് ഒരു തരി പോലും അനുഭവിക്കാൻ ഞാൻ നിന്നെ വിടില്ല. എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇതുവഴി മടങ്ങിക്കോണം. അല്ലെങ്കിൽ ഒരമ്മയുടെ പക എന്താന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരും. മനസ്സിലായോടി? എന്താടി നീ നിന്റെ കൊച്ചമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണോ? നീ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവളുണ്ടല്ലോ ഈ ഐശ്വര്യ, ഇവൾക്ക് കഷ്ടപ്പെട്ട മാത്രം കിട്ടുന്ന കൂട്ടാളികളാ നിന്നെ പോലുള്ളവര്. പക്ഷെ എനിക്കോ എന്റെ മകൾക്കോ സുരക്ഷിതത്വം വേണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ നിന്നെ പോലുള്ള ആയിരങ്ങൾ വന്ന് കാവൽ കിടക്കും. നീ കൊന്നതിന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട്. ഇനി നീ ആടി തകർക്കാൻ തീരുമാനിച്ച നിന്റെ കൊല എന്റെ കണക്കിലായിരിക്കും. മടിക്കില്ല ഞാൻ. എടുത്തി പോവാം.
ശ്യാമ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. അവളുടെ വാക്ക് കേട്ട് ഞാൻ എല്ലാം നിർത്തണം. അവൾക്കും മകൾക്കും എല്ലാം വിട്ടുകൊടുക്കണം. പിന്നെ ഈ ഐശ്വര്യയുടെ ആവശ്യം എന്താ? നീ നോക്കിക്കോ സോണിയ, ഇനി മുതൽ ഞാൻ ശ്യാമയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നവളല്ല, അവളെയും മോളെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നവളാ. അവൾ അവളുടെ മകളെ സ്നേഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. അഖിലിന്റെ മൃതശരീരം കണ്ട് പൊട്ടിക്കരഞ്ഞതുപോലെ രാധികയുടെ ശവത്തിനു മുമ്പിൽ അവള് നിന്ന് കരയുന്നത് എനിക്ക് കാണണം. എന്റെ ഭഗവാനെ, എക്സ്ക്യൂസ് മീ, മ്യൂസിക് ഡയറക്ടർ കൃഷ്ണപ്രസാദ് സാറ്. സാറ് സ്റ്റുഡിയോയിലുണ്ട്, കയറി കണ്ടോളൂ. ഹായ് പ്രിയങ്ക. ഹായ് സർ. വരൂ, നമുക്ക് സ്റ്റുഡിയോയിലകത്തിരിക്കാം. കുഴപ്പമില്ല സർ. സത്യത്തിൽ പ്രിയങ്ക കാണണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു സർപ്രൈസ് ആയിരുന്നു. എന്തിനാ സർ സർപ്രൈസ്? സാറ് ചെയ്ത പാട്ടിനെ കുറിച്ച് ഗംഭീര അഭിപ്രായമായിരുന്നു. എങ്കിൽ പിന്നെ സാറിനെ നേരിട്ടൊന്ന് കാണണം, കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഓ താങ്ക് യു. പ്രിയങ്കയുടെ ആദ്യത്തെ മൂവിയല്ലേ? അതെ സർ. സ്റ്റോറി ഞാൻ കേട്ടതാ, ഗംഭീര മൂവിയാണ്. എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഇത് കയറി കൊളുത്താൻ സകല സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ. പിന്നെ ആ പാട്ട് പാടിയ കുട്ടിയുണ്ടല്ലോ, രാധിക, പ്രിയങ്കയുടെ സിസ്റ്ററാന്നാ പറഞ്ഞത്. ഡയറക്റ്റ് സിസ്റ്റർ തന്നെയാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കല്ലേ. ആ കുട്ടി ശ്യാമ മേഡത്തിന്റെ അതേ രൂപമാണ്. ശബ്ദവും ഏറെക്കുറെ ശ്യാമ മേഡത്തോട് സാമ്യമുണ്ട്. അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഐ മീൻ, ശ്യാമ മേഡത്തിന്റെ സഹോദരിയുടെ മകളോ അങ്ങനെ എന്തെങ്കിലും? ഏയ് ഇല്ലില്ലില്ല. ചേച്ചിക്ക് ശ്യാമ മേഡത്തിനോടുള്ള സാമ്യം എല്ലാവരും പറയുന്നതാ. ചിലപ്പോ ശ്യാമ മേഡം അത് അറിഞ്ഞുകൊണ്ടായിരിക്കാം ചേച്ചി പ്രമോട്ട് ചെയ്തത്. മേ ബി ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമയിൽ വലിയൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. അത് ഈ സിനിമയായിരിക്കും തീരുമാനിക്കുന്നത്. പിന്നെ ആ രാധികയുടെ കാര്യം, ഞാൻ 1-2 തമിഴ് മ്യൂസിക് ഡയറക്ടേഴ്സിന് രാധികയുടെ ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട്. അവർ ഇൻട്രസ്റ്റഡ് ആണ്. ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാം. ഒരു ചിത്രം കൊണ്ട് ഇൻഡസ്ട്രി കീഴടക്കിയെന്ന് ന്യൂസ് വരുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ചേച്ചിക്ക് അങ്ങനെ ഒരു നല്ല കാര്യം വന്നാൽ എനിക്ക് സന്തോഷമല്ലേ സർ? എന്നാ പിന്നെ ഞാൻ പോട്ടെ സർ. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തതല്ലേ, വേണമെങ്കിൽ ഒരു കോഫി ആവാം. പിന്നൊരിക്കലാവാം സർ. എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട്. ശരി, ആയിക്കോട്ടെ.